എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെൻ എ ബസ് സഡൻലി സ്റ്റാർട്ട്സ് മൂവിങ് പാസഞ്ചേഴ്സ് ടെൻഡ് ടു മൂവ് ഫോർവേഡ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് ഒരു ബസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പാസഞ്ചേഴ്സ് മുന്നോട്ട് വീഴും. അതെന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഉത്തരം വരുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ. അതുപോലെ തന്നെ നമ്മൾ മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടത്തി വീഴൂലേ, അതൊക്കെ ഈ പറയുന്ന ലോ ഓഫ് ഇനേർഷ്യയുടെ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ കാർ ടേക്സ് എ ടേൺ ഓൺ ദ റോഡ് വി സ്ലിപ്പ് ടു വൺ സൈഡ് ഓഫ് ദ സീറ്റ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ്. ഒരു കാറ് റോഡിൽ പെട്ടെന്ന് ഒരു ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ സീറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് സ്ലിപ്പ് ചെയ്തു പോകും. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താ ഉത്തരം വരിക? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് അവർ ബോഡി. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഈസ് അപ്ലിക്കബിൾ ടു. അതിന് ഉത്തരം വരിക ഇനേർഷ്യൽ റെഫറൻസ് ഫ്രെയിംസ് ഓൺലി ആണ്. നമുക്കറിയാം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള റെഫറൻസ് ഫ്രെയിംസ് ആണുള്ളത്, ഇനേർഷ്യൽ റെഫറൻസ് ഫ്രെയിംസും അതുപോലെ നോൺ ഇനേർഷ്യൽ റെഫറൻസ് ഫ്രെയിംസും. ഇവിടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് ഫ്രെയിംസിനാ? ഇനേർഷ്യൽ റെഫറൻസ് ഫ്രെയിംസിന് മാത്രമാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ കണക്ട്സ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്തൊക്കെ കാര്യങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താ ഉത്തരം വരിക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അടുത്ത ചോദ്യം യൂണിറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഫിസിക്സിലുള്ള മെയിനായിട്ടുള്ള അല്ലെങ്കിൽ കെമിസ്ട്രിയിലുള്ളതായാലും മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ യൂണിറ്റ് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ആംഗുലർ വെലോസിറ്റി എന്നുള്ളതാണ്. അതിന് ഉത്തരം വരിക എന്താ? റേഡിയൻ പെർ സെക്കൻഡ്. അടുത്തതും യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ടോർക്ക്? ഉത്തരം വരുന്നത് ന്യൂട്ടൺ മീറ്റർ. യൂണിറ്റിനെ പോലെ തന്നെ ഡയമെൻഷനൽ ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും വരാം. ഒരു ചോദ്യം നോക്കാം. ഡയമെൻഷനൽ ഫോർമുല ഓഫ് ടോർക്ക് എന്താ വരിക? ml² T⁻². അടുത്ത ചോദ്യം, ഡയമെൻഷനൽ ഫോർമുല ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്താ വരിക? ml² T⁻⁻1. അടുത്ത ചോദ്യം നോക്കാം. എ റിയൽ ഫോഴ്സ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ പാത്ത് നെസസറി ടു മെയിൻറ്റെയിൻ സർക്കുലർ മോഷൻ ഈസ് കോൾഡ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? സർക്കുലർ മോഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് എന്താണ്? കൂടാതെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അതൊരു റിയൽ ഫോഴ്സ് ആണ്. മാത്രമല്ല അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സെൻറ്ററിലോട്ടാണ്. ഏതായിരിക്കും ആ ഒരു ഫോഴ്സ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. എ സ്യൂഡോ ഫോഴ്സ് ഡയറക്റ്റഡ് അവേ ഫ്രം ദ സെൻറ്റർ എക്സ്പീരിയൻസ്ഡ് ഓൺലി ഇൻ എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് കോൾഡ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു സ്യൂഡോ ഫോഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അവേ ഫ്രം ദ സെൻറ്റർ. ആ ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. നമ്മളിപ്പോൾ നോക്കിയത് രണ്ട് ഫോഴ്സസ് ആണ്, സെൻട്രിപിറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും. ഇത് തമ്മിലുള്ള ഡിഫറൻസസ് നമുക്കൊന്ന് നോക്കാം. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഒരു റിയൽ ഫോഴ്സാണ്. പക്ഷേ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു സ്യൂഡോ അല്ലെങ്കിൽ ഒരു ഇമേജിനറി ഫോഴ്സാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ വൈൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇസ് ഡയറക്റ്റഡ് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. എന്ന് വെച്ചാൽ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ടാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. സെൻട്രിപിറ്റൽ ഫോഴ്സിനെ പോലെ ടുവേർഡ്സ് ദ സെൻറ്റർ അല്ല നമ്മളെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അത് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതുപോലെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇനേർഷ്യൽ ഫ്രെയിംസിലും നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിലും ആക്ട് ചെയ്യും. പക്ഷേ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിൽ മാത്രമാണ് ആക്ട് ചെയ്യുക. അടുത്തൊരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്? എന്താ ഉത്തരം വരിക? ന്യൂട്ടൺ പെർ മീറ്റർ. ദ ഓസിലേറ്ററി മോഷൻ വേർ ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് കോൾഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ SHM റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, x(t) = a sin ω(t+y). അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് ദെൻ ദ ടൈം പീരീഡ് വിൽ.
ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് കൂട്ടിയാൽ ടൈം പീരീഡിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് T = 2π√L/g ആണ്. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലല്ലേ വരിക. അപ്പോൾ ലെങ്ത് കൂടിയാൽ എന്താ സംഭവിക്കുക? ടൈം പീരീഡ് Tയും ഇൻക്രീസ് ചെയ്യും. അടുത്ത ചോദ്യം സിമ്പിൾ ഹാർമോണിക് മോഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഡാഷ് അറ്റ് ഇറ്റ്സ് മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ വെലോസിറ്റി എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി മാക്സിമം ആയിരിക്കും. SHMൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനും കൂടെ ഓർത്ത് വെക്കണം. V = ω√(a²- x²). മെയിൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ x എന്താ വരിക? 0 ആണ് വരിക. ആ സമയത്ത് വെലോസിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. തൊട്ടു മുൻപ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ ഇവിടെ SHMൻ്റെ ആക്സലറേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഡാഷ് അറ്റ് ഇറ്റ്സ് മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ ഒരു SHMൻ്റെ ആക്സലറേഷൻ എങ്ങനെയാണെന്നാണ് ചോദ്യം. ആക്സലറേഷൻ 0 ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും മാറിപ്പോവരുത്. മീൻ പൊസിഷനിൽ വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും, ആക്സലറേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. When the amplitude of an oscillation decreases over time due to resistive forces, it is called. ഒരു ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്തു വരുന്നു. എന്ത് കാരണം ഡിക്രീസ് ചെയ്യുന്നത്? എയർ റെസിസ്റ്റൻസ് പോലെയുള്ള റെസിസ്റ്റീവ് ഫോഴ്സസ് കാരണം. അത്തരത്തിലുള്ള ഓസിലേഷൻ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് ഈസ് കോൾഡ് ഡാംപ്ഡ് ഓസിലേഷൻ. Oscillation that occur when an external periodic force is applied to a system causing it to vibrate at the frequency of the driving force is called forced oscillation. നമുക്കറിയാം, തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞു യൂഷ്വലി എല്ലാ ഓസിലേഷൻസും ടൈം കഴിയുന്തോറും എന്ത് ചെയ്യും? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ആ ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്യും. അത്തരത്തിലുള്ള ഓസിലേഷനെ നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻ എന്നാണ് പറയാം. പക്ഷേ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ഥിരമായി നിൽക്കുകയും ആ ഓസിലേഷൻ തുടർന്ന് പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഓസിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. When there is a relative motion of a source or the listener or both, there is an apparent change in the frequency of the sound. This phenomenon is called Doppler effect. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സോഴ്സോ അല്ലെങ്കിൽ ഒരു ലിസണറോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്രീക്വൻസിയിൽ നമ്മൾ കേൾക്കുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ച് അനുഭവപ്പെടും. അതിന് ആ ഒരു ഫിനോമിനനെ പറയുന്ന പേരാണ് ഡോപ്ലർ എഫക്റ്റ്. Within elastic limit, stress is directly proportional to strain. Which law is this? Hooke's law ആണ്. ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ഹൂക്സ് ലോ. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് കംപ്രസിബിലിറ്റി. ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി. Substances like tissue of aorta, rubber, etc. can be stretched to cause large strains are called elastomers. Which is more elastic, steel or rubber? Steel ആണോ റബ്ബർ ആണോ മോർ ഇലാസ്റ്റിക് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ നമ്മൾ റബ്ബർ എന്ന് പറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ റബ്ബർ അല്ല, സ്റ്റീലാണ് ഉത്തരം വരിക. കാരണം സ്റ്റീലിനാണ് യങ്സ് മോഡുലസ് കൂടുതലുണ്ടാവുക. അതുകൊണ്ട് ഏറ്റവും എലാസ്റ്റിക് എന്ന് പറയുന്നത് സ്റ്റീലാണ്. യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് വരിക ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു -2. ഡയമെൻഷനൽ ഫോർമുല ഓഫ് വിസ്കോസിറ്റി. വിസ്കോസിറ്റിയുടെ ഡയമെൻഷനൽ ഫോർമുല ml⁻⁻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 ⁻
attained by a body as it falls down through a fluid medium is called. ഉത്തരം വരുന്നത് ടെർമിനൽ വെലോസിറ്റി. ഒരു ബോഡി ഒരു ഫ്ലൂയിഡ് മീഡിയത്തിലൂടെ ഫോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ആ ബോഡി അറ്റൈൻ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ. ഡയമെൻഷനൽ ഫോർമുല ഓഫ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷനൽ ഫോർമുല വരുന്നത് m(T⁻²). Excess pressure inside a liquid drop is expressed as P = 2S/R. Excess pressure inside a liquid bubble is expressed as P = 4S/R.